എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് കേട്ടാ. 60 വയസ്സായ കിഴവൻ പോയിട്ടാണ് സമ്പാദിച്ചോണ്ട് വന്നിട്ട് നിനക്കൊക്കെ നാണുണ്ടോ നിനക്ക്? നീ ഇവിടെ അടിച്ചു വരിക, ഞാൻ ഇറങ്ങട്ടെ എന്നാ. അല്ല നിങ്ങൾ ഇറങ്ങാനായി അപ്പൊ മേസിമ ചോറ് വെച്ചത് എടുത്താ നിങ്ങള്? ചോറൊക്കെ ഞാൻ എടുത്തു. അതേ 9 മണിക്ക് കട തുറക്കേണ്ടതാ. ഇപ്പൊ സമയം 9:30 ആയി. അന്ന് വേഗം പോട്ടെ. ഇതൊക്കെ എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും നേരെ എത്രയാവും? അതെ, നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കണം കേട്ടോ, ഒരു സ്കൂട്ടിങ്ങിൽ എടുക്കണം കേട്ടാ. നിങ്ങൾ എന്നും ഇങ്ങനെ നടന്നു ഓടി പോകുമ്പോ വല്ലാത്ത വിഷമാകുക. അതെടുക്ക, ഇനി സമയമുണ്ടല്ലോ. എനിക്ക് സമയമായി, നേരം വെയിറ്റ് ഞാൻ. അതെ, അവിടെ നിന്ന് ഞങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്തിട്ട് കാര്യം പറയണ്ട്? വേഗം പറയും, സമയമില്ല. കട തുറക്കാറായി, ബസ് പോരും. ഞാൻ വേഗം പോട്ടെ, വേഗം പറയുന്ന. ഞാൻ പറയാനുള്ളത് നിങ്ങളുടെ മോനെ പറ്റിയാ. എന്താ പറയേ? നിങ്ങളുടെ മോനിക്ക് വല്ല പണി എന്തെങ്കിലും അന്വേഷിച്ചിട്ട് പണിക്ക് കൊണ്ടുപോയിക്കൂടെ നിങ്ങൾക്ക്? ഈ ഒറ്റക്ക് ഈ വയസ്സ് കാലത്ത് ഇങ്ങനെ ഇതും കൊണ്ട് ഓടണ. വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇപ്പൊ നിങ്ങൾ വേഗം കൊണ്ട് കട തുറക്കണം മറ്റേ ഓടി. അപ്പൊ ആ കടയിൽ നിങ്ങളെ മോനെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് പണി പഠിപ്പിച്ചു കൊടുത്തൂടെ? വരിക, വിളമ്പുക, കഴിക്കുക, എന്നിട്ട് ഇങ്ങനെ പോകുക വരിക. എന്തപ്പോൾ ഇത്? അത്യാവശ്യം വയസ്സും പക്വതയൊക്കെ ആയില്ലേ? നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് 2ാം തരം ഉമ്മയായിട്ട് അത് പോരടിച്ചെന്ന് വരും. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സ്വന്തം ഉപ്പല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ എന്താ അങ്ങനെ പറയണ്? നമ്മുടെ മോനെന്ന് പറയും, നീ നിങ്ങളുടെ മോനെന്ന് പറയാൻ നിൽക്കണ്. ഞാൻ എന്തിനാ അവനെ നോക്കാൻ വേണ്ടി നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല. അവനെ നോക്കണം, ഇവിടെ കുടുംബം നോക്കണം, എല്ലാ കാര്യം ചെയ്യണം. അതിനാണ് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. നീ അവനെ പഠിക്കുകയോ അവൻ പണി റെഡിയാക്കി അവൻ പൊക്കോളൂ. നീ എന്തിനാ അവനെ ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാരോ? നീ ആ വർത്തല്ലാണ്ട് വേറെ ഒന്നും പറയല്ലേ എനിക്ക്. നിന്റെ ചെറുത് അവിടെ ഇറുപ്പാൻകുട്ടി, അവന്ന് പഠിക്കാനൊന്നും പോണില്ലേ? ഇന്ന് ഓഫല്ലേ? ഇന്ന് ഓഫാണല്ലേ. നീ കൂടുതലായി അവനായിട്ട് ഒരുപാട് അവന് പരിഗണന കൊടുത്തിട്ട് അവനെ മാത്രം നിർത്തിക്കണം. അവൻ നമ്മുടെ ഇത് തന്നെയല്ലേ, അതേപോലെ തന്നെ മൂത്തവനെ നോക്കണം. നീ അവനെ മാത്രം പറഞ്ഞ ഭയങ്കര സെറ്റായിട്ട് നല്ല ഭക്ഷണം കൊടുക്കലും പിടിക്കലും ഇതൊക്കെ അവനെ മാത്രം ഒഴിവാക്കാൻ. അതെന്താ അങ്ങനെ ചെയ്യണത്? 2 മക്കളും നമ്മുടെ മക്കളാണ്. അപ്പൊ അതുപോലെ വേണം നിൽക്കാൻ, മനസ്സിലായില്ലേ? അല്ലാണ്ട് നീ അവനെ മാത്രം നല്ല ഇതിൽ നോക്കിയിട്ട് ഇവനെ നിങ്ങൾ ഇതാക്കുമ്പോൾ വേറെ കൂറ് കാണിക്കാൻ പാടില്ല. അതെ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അവനും ഇവനും വേറെ കൂറ് കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ നോട്ടിട്ട് ഇവിടെ ഒരാൾ നോട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 2 ആളും നമ്മളെ മക്കളാണെന്നുള്ള കണക്കൂട്ടിൽ വേണം. അവൻ പഠിച്ചു പൊക്കോളും, അവന് സമയം ഉണ്ടാവും, അവന് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും, കിട്ടുമ്പോൾ അവൻ പൊക്കോളും. ഈ അവനെന്നെ നോട്ടിട്ട് ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചെറിയവനെ പറയാൻ നിൽക്കണ്ടേ? ചെറുതിനെ പഠിക്കാൻ പോകില്ല, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിരിക്കാൻ പറ്റും. അപ്പൊ അവനെ ചെല്ലത്തിൽ നീ വളർത്തിക്കും. ഇത് മാത്രം ഒന്നും ചെയ്യില്ല. എന്നാ ഞാൻ പോട്ടെ. ഞാൻ അവനെ എന്റെ മോനെ പോലെ തന്നെയാ നോക്കണത്, അല്ലാണ്ട് ഞാൻ അവനെ 2ാം തരം മൂത്ത കൂടിയത്തെ മോനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ മോനെ അവനെ നോക്കുമ്പോൾ തന്നെ ഇവനെയും നോക്കണ്. നിങ്ങക്ക് തോന്നുന്നതാണ്. ഞാൻ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പണിക്ക് കൊണ്ടുകൂടെ മാത്രമേ നിങ്ങളോട് നോക്കിയാ നിൽക്കും നല്ലത്, അല്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ പറയാനുള്ളൂ. ഞാൻ പോയിട്ട് നോക്കി പോയിട്ടാ. എന്നാ ശരിയടാ, ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇനിയും കുറെ നേരം വൈകി എന്റെ ഉമ്മ ചീത്ത പറയും. ശരി. ചെക്കൻ എവിടേക്ക് പോയാണ്? അപ്പോ കാലത്ത് എടിച്ചതും പോയതാണ്, ഒന്നും കഴിച്ചിട്ടുമില്ല. ഇഫാൻകുട്ടിയെ, മാതാ പറഞ്ഞു. ഇങ്ങോട്ട് വാടാ, നിജിങ്ങോട്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, നിനക്ക് വിശപ്പൊന്നുമില്ലേ? എവിടേക്ക് പോയി മോനെ നീ കാലത്ത് എണിച്ചതോ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാ? അതെ, അപ്പുറത്തെ വീട്ടിലത്തെ താത്തേ കുറച്ച് പലഹാരം തന്നിട്ടുണ്ട്, ലഡു ജിലേബി. നിനക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അതാണ് ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നത്. ആ മൂത്ത നിന്റെ ഇക്ക വരമ്പേക്ക് അത് തിന്ന വന്നിട്ട് അതിനാണ് വിളിച്ചത്. ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന അവൻ. അതിരിക്കും. എന്നാ ഇത് കഴിച്ചോ, അത് കഴിക്ക. ചായ വേണം അതോ വെള്ളം വേണം നിനക്ക്? അതെ, ഇത് കഴിക്ക്. ആ താത്ത തന്നാണ്. നിനക്ക് ലഡുവും ജിലേബിയൊക്കെ ഇഷ്ടല്ലേ മോനെ? അതുകൊണ്ടാണ് ഉമ്മ നിനക്ക് എടുത്ത് വെച്ച് തരുന്നത്. ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ 4 മണിക്ക് ചായക്ക് തരാം. മോനിപ്പോൾ കഴിച്ചോ? ലഡു ഒക്കെ എടുത്ത് കഴിക്ക്. നിന്റെ ഇക്ക വരുമ്പോഴേക്കും കഴിക്കുക. കണ്ടില്ലേ നിന്റെ ഇക്ക കഴിച്ച് പോത്തനെ പോയിരിക്കുന്നത്? കണ്ടില്ലേ കോല? തിന്നാണ്ടാണ്. തിന്നാൻ കൊടുത്ത തിന്നുമില്ല. അതൊക്കെ തിന്ന്. ഉമ്മ ഇക്കാക്ക് എടുത്ത് വെച്ചാ? ഇക്കാക്ക് നല്ല ഇഷ്ടല്ലേ? ഓ, ഇക്ക എന്തൊക്കെ വല്ല കൈവശം തന്നിട്ടുണ്ടോ നിനക്ക്? എന്ത് കൊടുത്താലും ഇക്കാക്ക് എടുത്ത് വെച്ചാ മക്കാക്ക് എടുത്ത് വെച്ചാ. ഇക്കാക്ക് കിട്ടാത്തതൊന്നല്ല, നീ തിന്നൂടെ അങ്ങോട്ട്. ഇക്ക നീ അത് വന്ന അപ്പടി വാങ്ങി തിന്നും. വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. നിന്റെ കൂടപ്പറപ്പൊന്നും അല്ല കേട്ടാ. നിന്റെ കൂടപ്പറപ്പായിട്ട് ജനിക്കുമ്പോഴേ നീ സ്നേഹിച്ചാ മതി. ഇക്ക
അവനൊക്കെ തിന്നുമ്പോൾ നിന്റെ തൊള്ളയെ കൊണ്ട് തിരുകണ്ട, മര്യാദയ്ക്ക് തിന്നു. ഉമ്മ പറയുന്നതനുസരിച്ച് കണ്ടില്ല അടിച്ചതിന് ഇതാക്കുന്നതിന് എന്ത് പറഞ്ഞാലും ഇക്ക അല്ലാണ്ട് എൻ്റെ കൂടെ പറപ്പൊന്നും അല്ല നീ വല്ലാണ്ട് കിട്ടി ഇതാക്കാന് കഴിച്ച നീ. ഉമ്മ എന്താ ഇക്കാനെ കുറിച്ച് ഇങ്ങനെ പറയണു? അപ്പൊ ആ ഇക്കാട് ഉമ്മല്ലേ? അതിപ്പോ എന്റെ സ്വന്തക്കല്ലേ? എൻ്റെ സ്വന്തക്കൊന്നും അല്ല. എൻ്റെ ഉപ്പ അവനെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ കല്യാണം വെച്ചോണ്ട് എന്താ, എന്നിട്ട് നിന്നെ പ്രസവിച്ചതാ. നിന്റെ ഉമ്മനെ അവൻ്റെ ഉമ്മ മരിച്ചുപോയി. അവൻ്റെ ഉമ്മ അവനെ നോക്കാനായിട്ട് അവൻ്റെ ഉപ്പ കല്യാണം വെച്ചോണ്ടാണ് നിന്റെ ഉപ്പ. ഇപ്പോൾ എൻ്റെ സ്വന്തം ഇക്കൊന്നും അല്ല. അതല്ലേ ഞാൻ പറയണത്. അവൻ എന്നോട് അങ്ങനെയല്ലേ നിൽക്കണത്? എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെയാണോ എന്നോട് പെരുമാറുന്നത്? നന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്നോട് അവൻ എങ്ങനെയാണോ നിൽക്കണത്? ഉമ്മ എന്തെങ്ങനെ പറയണത്? ഇപ്പൊ സ്വന്തക്കാന്നല്ലേ പറഞ്ഞ്? ഉപ്പ പിന്നെ അങ്ങനെ തന്നെ പറയുള്ളൂ. ഉപ്പാടെ മോനെന്നെ നീയോ ഇക്കയും ഉപ്പാടെ മോനാ. അതുകൊണ്ട് ഉപ്പാക്ക് 2 മക്കളല്ലേ. ഉമ്മാക്ക് നീ തന്നെ മോന്. അവരുടെ ഉമ്മയൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് അത് നിന്റെ ഇക്കൊന്നും അല്ല. ഉമ്മ പറയണത് നീ കേട്ടാ മതിട്ടാ. ഇങ്ങോട്ട് തലക്ക് കയറി വർത്താനം പറയണ്ട നീ. അങ്ങനെയാണെങ്കിൽ ഉപ്പ വരട്ടെ പണി കണ്ടിട്ട്. അപ്പൊ ഞാൻ ഉപ്പാടെ അടുത്ത് ചോദിച്ചു. വേണ്ട ഉപ്പാനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി അത് മതി, അതൊന്ന് പിടിച്ചു കയറും. അല്ലാണ്ട് എന്നെ കാലത്ത് പോകുമ്പോൾ മര്യാദയ്ക്ക് തന്നിക്കണം. എന്ത് നിസാരം പറഞ്ഞതിനെ. ഇനിയിപ്പോൾ ഇതും കൂടി കേട്ടാൽ മതി. എന്നോട് പറഞ്ഞ് ഞാൻ പിരിപ്പിച്ച് വെച്ച് കനിയും ഇതിന് പറഞ്ഞിട്ട് പിന്നെ അത് മതി പോനെ. അല്ലാണ്ട് തന്നെ മനുഷ്യൻ തൊയിലല്ല. ഇതൊന്നും പറയാൻ നിൽക്കാതായിട്ട് ഉപ്പ വന്നാല് വലിയ കുരു നിന്ന് ഉപ്പ പോയി കഴിഞ്ഞാൽ. ഉമ്മ പറയുന്നതനുസരിക്ക്. ഉമ്മാനെ ഇഷ്ടമല്ല അല്ലേ? ഇക്ക. ഇന്നലെ എന്തിനാ ഇക്കാനെ ചീത്ത പറഞ്ഞത്? എന്തായാലും വിഷമിച്ചാന്നറിയോ ഇക്ക? പാവണ്ടിക്ക. ഓ ഇന്നലെ പറഞ്ഞാണോ അപ്പൊ നീ ഓർമ്മ വെച്ചിട്ട് പറയണേ? ഇന്നലെ പറഞ്ഞത് പറയില്ല. ഉമ്മ ചോറ്. അതെ ചോറ് കൊണ്ടുവരുന്നു മോനെ. എന്താ മോനെ ചോറ്? എൻ്റെ മോനക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഇല്ല മുത്ത. അതെ ഉപ്പാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ വരുമ്പോൾ കൊണ്ടുവരും. രാത്രിക്ക് പൊരിക്കാട്ടാ. ഇപ്പം എന്തായാലും ഇത് കഴിക്കാനില്ല. മുടിയൊക്കെ വളർന്നിട്ട് കണ്ടില്ലേ? വെട്ടാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല. എന്താ എൻ്റെ കുട്ടിയുടെ കോലം? വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. സ്കൂളിൽ ചോറൊന്നും കഴിക്കണില്ല ഉമ്മ തന്നേക്കല്. എന്നിട്ട് എന്തായാലും ഉമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു വരുന്നുണ്ടല്ലോ. എങ്ങനെ കഴിക്കണ്ടേ? 4 കൊത്തല്ലേ കൊത്തുക? മരുന്നച്ച് ഭക്ഷണം കഴിക്ക്. നല്ലപോലെ തടിയൊക്കെ വെച്ച് വലുതാകണ്ടേ? സമ്പാദിക്കണ്ടേ? നിന്റെ ഇക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇരുന്നാൽ മതിയാ? പെട്ടെന്ന് വലുതായിട്ട് വേണം പണിക്കൊക്കെ പോയിട്ട് വല്ല ജോലിക്കൊക്കെ പോകാന്. ഇങ്ങനെ 4 വെറ്റ് ഇങ്ങനെ വായിലിട്ട് ഇതായിട്ടൊന്നും ഇങ്ങനെ ഇരിക്കും. നല്ലവണ്ണം ഭക്ഷണം കഴിക്കൻ്റെ മോൻ. അതെ മദ്രസ വിട്ട് വരുമ്പോൾ പഴമൊക്കെ പൊരിച്ചേക്കാട്ടാ. നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അതൊക്കെ പൊരിച്ചേക്കാം. ഇനി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ മോര് കൂട്ടാൻ നല്ല ഇഷ്ടമല്ലേ? കഴിക്ക്. എൻ്റെ മോനക്ക് നല്ല ഇഷ്ടമല്ലേ മോര് കറി? മോനക്ക് വേണ്ടിയിട്ട് മോര് കറി വെച്ചതാ. എൻ്റെ ഉമ്മ വാരിത്തരട്ടെ കുഴച്ചിട്ട്? കഴിക്കാം. അതെ എന്നാ എൻ്റെ ഉമ്മ വയറ് നിറച്ച് കഴിക്ക്. ഉമ്മ കുറച്ചും കൂടി മോര് കറി എടുത്തിട്ട് വരാട്ടാ. ഡാഡി ഇർപ്പാൻകുട്ടിയാ ഭക്ഷണം കഴിക്കാ? അല്ല എന്താ ഇർപ്പാൻകുട്ടിക്ക് ഇഷ്ടമുള്ള മോര് കറിയൊക്കെ ഉണ്ടല്ലോ. കഴിച്ചോ. നല്ല വിശപ്പ്. ഞാനും കഴിച്ചിട്ടില്ല. ഇക്ക എവിടെയായിരുന്നു? ഉമ്മാടുത്ത് ചോദിച്ചോക്കിയപ്പോ ഉമ്മ അറിയില്ലെന്ന് പറഞ്ഞു. ഉമ്മ അങ്ങനെ തന്നെ പറയുള്ളൂ. ഞാനേ പള്ളിയിലുണ്ടായിരുന്നു. അത് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയതാ. വരുമ്പോ കുറച്ചേ ലേറ്റ് ആയിപ്പോയി. മോര് കറി കഴിക്ക്. നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പണ്ട് പോലെ നീ പറയില്ലേ മോര് കറി എന്ന്. എങ്ങനെയുണ്ട്? രസമുണ്ടാ? എനിക്ക് നല്ല വിശപ്പ്. ഭക്ഷണം കഴിക്കാല്ലേ? ഉമ്മ അടുക്കളയിലുണ്ട്. ചോറ്. അതൊന്നും വേണ്ട ഇർപ്പാൻകുട്ടിയെ. ഉമ്മ അടുത്ത് ചോദിച്ചാൽ നീ ഉമ്മ ഓരോന്നും പറയും. പിന്നെ എന്തിനാ വിഷമം? നീ ഉണ്ണിയല്ലേ, നീ അതൊക്കെ കഴിച്ചോ. ഞാനേ അവിടെ തന്നെ പോയി വിളമ്പി കഴിച്ചോണ്ട്. അതാവുമ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ട്ടാ. എന്തൊരു ചെയ്യുന്നില്ലേ? അതിനൊക്കെ തട്ടി തെറിപ്പിച്ചു വിടുവോ? എന്താ പ്ലേറ്റും കൊണ്ട് നിൽക്കണേ? സമയായില്ലേ? ഇല്ലമ്മ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടേ ചോറ് നോക്കുമായിരുന്നു.
ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എവിടെയാ ചോറ്? ചോറിന്റെ സമയമായപ്പോ വന്നു അല്ലേ? വയറ് വിശന്നപ്പോ വന്നു അല്ലേ? അത് എങ്ങനെ വരുന്ന എന്തെന്ന് എങ്ങനെയുണ്ടാ? 60 വയസ്സായ കിഴവരും പോയിട്ടാണ് സമ്പാദിച്ചോണ്ട് വന്നിട്ട് നിനക്കൊക്കെ നാണുണ്ടാ? നിനക്ക് അത്യാവശ്യം വയസ്സും തണ്ടും തടിയൊക്കെ ഇല്ലേ? വല്ല പണിക്ക് പൊക്കൂടെ? അപ്പൊ ആവാം കാലത്ത് അടിച്ചിട്ട് ആ വേഗം കൊണ്ട് പോകുമ്പോഴേ എനിക്കാണ് വിഷമം. അതിനെന്തെങ്കിലും ഒന്നും സംഭവിച്ചാലേ എനിക്കാണ്. നിനക്കൊന്നും കുഴപ്പമില്ല. നീ ആ സമ്പാദിക്കാത്ത ആയില്ലേ? പുകില്ലാന്ന് വെച്ചിട്ടാണ്. ആകെ നേരത്തെ വരും. വിശക്കുന്നു. പ്ലേറ്റ് എവിടെയെന്ന് വെച്ചിട്ട്. അല്ല, ഈ വെള്ളമുണ്ടൊക്കെ നീ എന്ത് കണ്ടിട്ടാ മോനെ ഉടുക്കണ്? പാൻറ്റുകൾ കൂട്ടി കൂട്ടി വെച്ചപ്പോ പാൻറ് ഇടാനില്ലാണ്ടായപ്പോ മുണ്ടെടുത്ത് കൊടുത്തില്ലേ ഉപ്പാടെ വെള്ളമുണ്ട്? ഉപ്പാന്റെ അത്രയ്ക്കൊക്കെ ആയിന്ന് ബോധല്ലേ? ഉപ്പാന്റെ വെള്ളം മുണ്ടെടുക്കുമ്പോ വല്ല പണിക്ക് പോവാൻ നോക്ക്. അതാ കൂട്ടി വെച്ചിട്ടുണ്ട് നിന്റെ ഷർട്ടും പാൻറ്റുകളൊക്കെ. ഞാൻ തിരുമ്പില്ല. ചെന്ന് തിരുമ്പ്. വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പണ്ടാണ്. കല്ലെടുത്ത് കല്ലിൽ പോയിട്ട് തിരുമ്പ്. ചെല്ല്. എന്തിനാ അമ്മ അങ്ങനെ പറയണത്? ഈ വിശന്നപ്പോ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വന്നതല്ലേ. അതിന് ഇങ്ങനെയൊക്കെ പറയണ? വിഷമം ഉണ്ടിട്ടമ്മ അങ്ങനെ സംസാരമൊക്കെ കേൾക്കുമ്പോ. എന്താ ഉമ്മ? ആരാ നിന്റെ ഉമ്മ? ഉമ്മാനെ ഞാൻ എപ്പോഴെങ്കിലും ഉമ്മാന്നല്ലാണ്ട് കുഞ്ഞുമ്മാന്ന് എന്തേലും വിളിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഉമ്മാനെ എന്റെ ഉമ്മ തന്നെ കണക്കാക്കിയിരിക്കണത്. ഒരു മനസ്സുകൊണ്ട് പോലും എന്റെ ഉപ്പ 2ാമത്തെ കല്യാണം കഴിച്ചതാണെന്നോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമ്മാന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് പുതിയൊരു ഉമ്മ വന്നു എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഉമ്മ മാത്രമാണ് എന്നെ അങ്ങനെ കാണാത്തത്. ഭക്ഷണത്തിനായാലും എന്റെ തുണി സാധനങ്ങളായാലും ഒന്നും ഉമ്മ ഒന്നും ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ലല്ലോ. എന്റെ പാൻറ് അവിടെ കുറെ നാളായി കൂട്ടി കിടക്കണം. ഞാൻ തന്നെയല്ലേ എന്റെ പാൻറ് കുറച്ച് അലക്കല്. ഉമ്മ തൊടല് പോലും ഇല്ലല്ലോ. ഒന്ന് ഉടുക്കാൻ വേറെ പാൻറ് ഒന്നും ഇല്ലാണ്ടായപ്പോ ഞാൻ എടുത്തതാണ് ഉപ്പാന്റെ ഈ മുണ്ട്. അതിന് ഉമ്മ എന്തിനാ ഇങ്ങനെ പറയണത്? ഞാൻ തന്നെ അത് അലക്കിക്കോളാം. മുണ്ടും എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അലക്കിക്കോളാം. വിശന്നപ്പോ വന്ന് കഴിച്ചതാണ് ഉമ്മ. ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാ. അങ്ങോട്ട് കയറി വന്നപ്പോ ഇർഫാൻകുട്ടി ഉണ്ട് നല്ലപോലെ കഴിക്കണ വിശന്നിട്ട് മോര് കൂട്ടാനൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ ഇത്തിരി കഴിക്കാലോന്ന് വെച്ചിട്ട് വന്നതാ. തുടങ്ങി സങ്കടം. ഇത് കേട്ടിട്ടോ നിന്റെ മനസ്സരിയില്ല കേട്ടാ. നിന്റെ കാര്യം നോക്കാനല്ല എന്നാലുള്ളത്. എനിക്കിത് അവിടെ ഒരെണ്ണം ഉണ്ട്. എന്റെ ഉപ്പുണ്ട്. അല്ലാണ്ട് നിന്റെ ഇത് നോക്കാനൊന്നും എനിക്ക് പറ്റൂല. ഫാൻറ്റുകൾ കൂട്ടി വെച്ച് പറഞ്ഞില്ലേ ഇടാൻ മാത്രം അറിയണില്ലേ? അതുപോലെ എടുത്ത് കഴുക്. നീ വേറെ ജോലിക്കൊന്നും പോകണില്ലല്ലോ. വെറുതെ കഴിക്കുക നടക്കുക അങ്ങനെ പോയിട്ട് വരികയെന്നല്ലേ. ചെന്നിട്ടേ ഒക്കെ എടുത്ത് കഴുക്. പിന്നെ ചോറ് തരില്ല എന്നൊന്നും പറയില്ല. അതവിടെ വെച്ചിട്ടുണ്ട്. പോയി എടുത്ത് മിണുങ്ങ് പോ. ചോറ് തരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ പാവം എനിക്ക് ചവക്കാൻ വയ്യ. എൻ്റെ ഉമ്മ ഞാൻ ആരാ നിന്റെ ഉമ്മ? ഇനിയൊന്നും നീ ഉമ്മാന്നൊന്നും വിളിക്കണ്ട. ഞാനൊന്നും ഇത്ര വലിയ മോനെ പ്രസവിക്കാനുള്ള വയസ്സൊന്നും എനിക്കായിട്ടില്ല. ഉമ്മയാണത്ര. ഉമ്മാനെ ഞാൻ ഉമ്മാന്നല്ലാണ്ട് പിന്നെ എന്തെന്നാമോ ഞാൻ വിളിക്കുക? ഉപ്പ എൻ്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. അത് മോനെ നിന്റെ ഉമ്മ എങ്ങനെയോ മരണപ്പെട്ടു പോയി. പകരത്തിന് വരുന്നത് നിന്റെ സ്വന്തം ഉമ്മയായിട്ട് കരുതെന്ന് പറഞ്ഞ കാരണമല്ല ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ചത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ജോലിയുടെ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അവൻ നല്ല പോലെ എന്തെങ്കിലും വിസയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസം കൊണ്ടൊക്കെ ആവും. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കാമോ? അത് നല്ലത്. അതാവുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ സുഖമായിട്ടിരുന്നു, ഞാൻ അവിടെ പോയിട്ട് ദുബായിൽ ഇരുന്നോളാം എന്തേലൊക്കെ ജോലി നോക്കി. അത് വല്ലതും ചെയ്യാൻ നോക്കും. ഇതൊക്കെ മനസ്സിലേക്ക് ഉണ്ടില്ലേ? ഇന്റുമ്മ എന്ന് പറച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണ്. നിന്റെ പറച്ചിൽ കേട്ടൊന്നും മനസ്സിൽ ഫീലിംഗ് ആവില്ല കേട്ടാ. പാവാത്ത അന്തപ്പടി പണിയെടുത്ത് വന്നിട്ടാണ് കുടുംബം കഴിയുന്നത്. അതിനെ ഫസ്റ്റ് നീ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോവുകയാണ് ഉമ്മ, ഞാൻ അവിടെ ചെന്നിരിക്കുക. ആദ്യം നീ അത് ചെയ്യാൻ നോക്ക് കേട്ടാ. എൻ്റെ ഉപ്പാക്ക് ഒന്ന് കയ്യാറട്ടെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ദേഷ്യം. അല്ലാണ്ട് കിടന്നിട്ട് സഹതാപം കാണിക്കും. എന്തിനാക്ക ഉമ്മ ഇങ്ങനെ ചീത്ത പറയണിക്കാനെ? അത് നീയൊന്നും കാര്യം ആക്കണ്ട. അത് ഉമ്മ സ്നേഹം കൊണ്ട് പറയണതല്ലേ. അത് ഞാനും വലിയ കാര്യം ആക്കാറില്ല. നീ ഭക്ഷണം കഴിച്ചോ ട്ടാ. പിന്നെ ഇക്ക ചിലപ്പോ 2 ആഴ്ചക്കുള്ളിൽ ദുബായിക്ക് പോകും. പോയിട്ട് വരുമ്പോഴേ നിനക്ക് കുറേ ചോക്ലേറ്റും കളിക്കാനുള്ള തോക്കും ഇതൊക്കെ ആയിട്ട് വരാട്ടാ. ഞാൻ അവിടെ പോയിട്ട് നിനക്ക് വിളിക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞൊന്നും ഉപ്പാടത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ടട്ടാ. ഇക്ക എന്തിനാ ദുബായിക്ക് പോണേ? ഇവിടെ നിന്നോടെ? ഇല്ല ഇർഫാൻകുട്ടി, പോണം. അതെ, നമ്മുടെ ഉമ്മ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ഉമ്മാക്കായാലും ഒരു സങ്കടമല്ലേ. പിന്നെ ഉപ്പാടെ കാര്യവും അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം ട്ടാ. പോയിട്ട് നിനക്ക് കുറേ മിഠായിയൊക്കെ വാങ്ങിട്ട് വരാട്ടാ. ഇർഫാൻകുട്ടിയെ പഠിക്കണല്ലേ? നിനക്കുള്ള മുട്ടായി ഞാൻ ബാഗിലുണ്ട് കേട്ടോ അവിടെ. ഉപ്പ എനിക്കൊരു കാര്യം പറയണം.
ഇക്കാന്റെ ഉമ്മ ഈ ഉമ്മ അല്ലാന്ന് പറയണ്ടല്ലോ ഉമ്മ. എന്റെ സ്വന്തം ഇക്ക എല്ലാന്നാലും പറഞ്ഞ ഉമ്മ. അങ്ങനെ പറഞ്ഞ നീ എന്നോട് ആരാ പറഞ്ഞു? ഉമ്മ പറഞ്ഞാണോ? ഉമ്മ അങ്ങോട്ട് വന്നേ, നീ ഇവിടെ ഇരുന്നേ. മോനെ, അതൊന്നുമില്ല, സ്വന്തം ഉമ്മ തന്നെയാ. അത് വെറുതെ പറയണതല്ലേ. അത് രണ്ടാളുടെ ഉമ്മയോ ഒരു ഉമ്മ തന്നെയാ. അത് തല്ലുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ അത് പറയണതാവും. നീ ഒന്നും അത് കാര്യമാക്കണ്ട കേട്ടാ. വെറുതെ ഓർന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ മനസ്സിൽ ഓരോരോ വെച്ചിട്ട്. മോനെ ഭക്ഷണം വല്ലതും കഴിച്ചാ? ഞാൻ മോനോട് ആദ്യം എന്താ പറഞ്ഞിരുന്നത്? സ്വന്തം തന്നെയാണത്. മോനോട് വല്ലതും ഓരോരുത്തരും ഓരോന്നും പറഞ്ഞിരുന്നോട്ട് അതൊന്നും വിശ്വസിക്കണ്ട കേട്ടാ. അത് സ്വന്തം ഉമ്മ തന്നെയാ, സ്വന്തം തന്നെ. അത് നിന്റെ സ്വന്തം ഉമ്മയാ, അവൻ്റെ സ്വന്തം ഉമ്മ തന്നെയാ അത്. അങ്ങനെ വിചാരിക്കുക. ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ മോനക്ക്? പിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞു തന്നു പറഞ്ഞിട്ട് മോനെ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട കേട്ടാ. അല്ലപ്പാ, ഇക്ക തന്നെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഇക്കാടുമ്മ വേറെ ഉമ്മയാണെന്ന് തോന്നി. അതുകൊണ്ട് ഇപ്പൊ ഇതിനടുത്ത് ചോദിച്ചത്. മോനെ അതൊന്നും കാര്യമാക്കണ്ട. കുഞ്ഞുമക്കളോട് എന്തൊക്കെ പറയണം എന്നുള്ളത് അതിന് തന്നെ ബോധമില്ല. മനസ്സിലായില്ലേ? അതൊന്നും മോൻ വിഷമിക്കൊന്നും വേണ്ട. പഠിക്കണം നന്നായിട്ടാ. നീ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ ഇതൊന്നും പഠിക്കാണ്ടിരിക്കരുത്. നന്നായി പഠിക്കണം. ഞാനേ മുട്ടായിട്ട് ഞാൻ എടുത്തു തരാം കേട്ടാ. അതെ, 2 കിട്ടാത്തതിന്റെ കുറവ്. കാലത്ത് ഞാൻ പോകുമ്പോ എന്താ പറഞ്ഞു പോയി? അവന് പറഞ്ഞു മനസ്സിലായ? ആ കുട്ടീൻ്റെ അടുത്ത് എന്താ നീ പറഞ്ഞു വെച്ചില്ല? എന്റെ മോനല്ല അത് എന്നൊക്കെ അവന് ചെറിയ കുട്ടികൾ പറയേണ്ട ആവശ്യമുണ്ടാ? അപ്പൊ ഇതല്ല, ഇതിന്റെ അപ്പുറം നിനക്ക് കിട്ടേണ്ടതാ. ഇതൊന്നും പോരെ നിനക്ക് അടി. ഈ അടി കൊണ്ടൊന്നും ഒന്നും ആവൂല. നിനക്ക് വിവരമില്ല ആ ചെറിയ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയാൻ. അവൻ എന്നോട് വിളിച്ച് ചോദിച്ചപ്പോ എനിക്ക് അത് തോലില്ല പോലെയായി. ആ കുട്ടിയൊക്കെ ഇങ്ങനെ പറയണെങ്കിൽ നീ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടാവും? അതെ, നിങ്ങളുടെ മോന്റെ കാര്യം നോക്കാനല്ല ഞാൻ വന്നത്, നിങ്ങളെ കാര്യം നോക്കാനാ. എനിക്കും ഒരെണ്ണുണ്ട്, അതിന്റെ കാര്യം നോക്കാനാ. അല്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ കാര്യം നോക്കാനും എടുത്താ പൊന്താത്ത പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് കഴുകാനൊന്നും ഞാൻ എന്റെ പാട്ട് പണിക്കാരിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇറക്കി കൊടുക്ക്. എന്റെ പെന്നെ അടിച്ച് നിങ്ങള് എന്റെ ചെവി കൂടി ഈച്ച പറഞ്ഞ പോലെ തോന്നി എനിക്ക്. ഇതിപ്പോ ഒരെണ്ണം കിട്ടിയത് കൊണ്ട് കുറവാ. ഇനി ഒന്നും കൂടെ ഈച്ച എടുത്ത് കിട്ടും. മോനെ പറയുമെങ്കിൽ പൊള്ളി. അല്ലെങ്കിൽ ഞാൻ അവന്റെ ഉമ്മയൊന്നും അല്ല. നിങ്ങൾ ഇത്ര വലിയ മോനക്കുള്ള ഉമ്മയാകാനുള്ള വയസ്സും പ്രായമൊന്നും എനിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മോനോട് പറഞ്ഞു. ആ കുട്ടിയോട് ഞാൻ പറയൂ. എന്റെ കുട്ടിയോടല്ലേ ഞാൻ പറഞ്ഞേ? നാട്ടിലുള്ള കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവനോട് അറിയിക്കാതെ പണിക്ക് പോയിട്ട് തുരത്തിന് മോന് നേരെ പരം നനഞ്ഞിട്ട് വരിക, ഉമ്മ ചോറ് പറഞ്ഞിട്ട് വരിക. അതെന്താണ് ശമ്പള കാര്യമാണോ? അതെ, അവനോട് പോലും ഇവർക്ക് അറിയില്ല. കാര്യം നമ്മൾ സ്വന്തം ഉമ്മയാണ് ഉപ്പയാന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് അവന് കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടാവും. അവർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഉണ്ടായിക്കോട്ടെ, എന്റെ മോനെ തന്നെ എനിക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെയുള്ള മോനൊന്നും എനിക്ക് സ്നേഹം വേണ്ട, എനിക്ക് വേണ്ടും വേണ്ട. ഇത് മുന്നേ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് പറയാം. ആദ്യം പറഞ്ഞില്ലല്ലോ എന്റെ മോനെ പോലെ നോക്കാന്നല്ലത് എന്നെ കല്യാണം കഴിച്ചു വന്നത്. അപ്പൊ മോനെ പോലെ നോക്കാൻ പറ്റിയൊരു മോനും സാപ്പാട്രാമ ചോറ് 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 എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കേണ്ട ജീവിക്കാൻ പറ്റുമോ? അങ്ങോട്ട് പോകാണ്ട് വെള്ളം മുണ്ടെടുത്തിട്ട് ലാത്തിട്ട് നടന്നിട്ട് എന്റെ മുണ്ടെന്നെ എടുത്തു കൊടുക്കും. എനിക്കെന്തപ്പോ അത് ആരാ കഴുകുക? കഴുകല് വാഷിംഗ് മെഷീൻ ഇട്ടൂടാ? വാഷിംഗ് മെഷീനിൽ ഇടണ്ട. വാഷിംഗ് മെഷീൻ ആന കൈ കൊടുക്കണു. പറ്റൂല. നിങ്ങളെ മോന്റെ കാര്യം നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഞാൻ പോവെന്റെ കാര്യം ഞാൻ കാണിച്ചു തരുന്നത്. പോകാനല്ലേ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേഗം വിട്ടോ.